ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ? അതെന്താണ് നിങ്ങളിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നത്? അതായത് നിങ്ങൾ അറിയരുത് എന്നവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത് എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. നിങ്ങൾക്കിടയിൽ എന്ത് രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് നടന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിച്ച് മറച്ചു വെക്കുന്നത്? ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക, അവരുടെ ഒരു എനർജി ലെവലിലേക്ക് നിങ്ങൾ എത്തുക. നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങോട് കൂടി തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവുക. നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾക്കിടയിൽ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോയ ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും ഒരു ലെറ്റ് ഗോ ചെയ്ത് പോയിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു സന്തോഷകരമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ബന്ധത്തിന്റെ എനർജി അല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇവരുടെ ഒരു രീതികൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു ബിഹേവിയർ ഒക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ രണ്ട് മുഖവുമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും ഇവരുടെ നല്ല മുഖം മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നവര്. ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. അപ്പൊ എന്ത് കാര്യം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സന്റെ നല്ല മുഖം മാത്രമേ ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നുള്ളൂ. ഇവരുടെ ഈ ഒരു ചീത്ത മുഖത്തിന് അവർ എല്ലാ രീതിക്കും ഒരു മുഖംമൂടി അണിഞ്ഞിട്ട്, നമുക്കിവിടെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്, ഈ ഒരു വ്യക്തി ഒരു മുഖംമൂടി അണിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കാറുള്ളത്. ഇവർ ചെയ്ത തെറ്റുകൾ ഒന്നും തന്നെ ഒരുപാട് ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവർ എല്ലാ രീതിക്കും അംഗീകരിച്ചു തരുന്ന വ്യക്തികളല്ല. എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളാണ് ഇതിനകത്ത് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിനകത്ത് എന്താ പറയുന്നത് ഈ രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാം നിങ്ങളുടെ തലയിലേക്കാക്കി ബ്ലെയിം ചെയ്ത് രക്ഷപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് ഇവര്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത് അംഗീകരിച്ചു തരാനായിട്ട് തയ്യാറായിട്ടില്ല. അവർ അതിനു പകരം അവിടെ ഫൈറ്റിംഗ് ആണ് നടത്തിയത്. എങ്ങനെയൊക്കെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഒരു കാര്യം എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം, ആ ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു സോഴ്സ് അന്വേഷിച്ചിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എന്താ പറയാ അതിനുള്ള ഒരു തിടുക്കമാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. ഒരു റിബൽ പേഴ്സൺ ആണ് ഇവര്. എന്ത് പ്രതിസന്ധി എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ ഇങ്ങനെ എന്താ പറയാ എതിർത്ത് അല്ലെങ്കിൽ അതിനെ തോൽപ്പിച്ചിട്ട് ഒരു രീതിക്ക് അംഗീകാരം അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ചെയ്തു ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു രീതിക്ക് നിന്ന് തരാത്ത ഒരു വ്യക്തികൾ. സ്വന്തമായിട്ട് തെറ്റ് ചെയ്തിട്ട് പകരം നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. നിങ്ങൾക്കാണ് ഇവർ ഗൈഡൻസ് തരുന്നത് ഓരോ കാര്യങ്ങളിലും. അങ്ങനെ ആവണം ഒരു ബന്ധം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം ബന്ധം എന്ന് പറഞ്ഞ് നിങ്ങൾക്കാണ് ഇവരായിട്ട് തന്നെ ക്ലാസ് എടുത്തു തരുന്നത്. പക്ഷേ തെറ്റുകൾ ചെയ്യുന്നതിൽ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ ഇവർ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ പോയ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോഴും ഈ ഒരു പേഴ്സൺ ഇയാൾ അതൊരു തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓക്കെ, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് അങ്ങനെയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളാണ് ഇതിന്റെ തെറ്റുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്.
അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലാണ് ഇതെല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിനെ ചീത്തയാക്കാനായിട്ട് അല്ലെങ്കിൽ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് തന്നെ ചിന്തിച്ചു കൂട്ടുന്നതാണ്, നിനക്ക് ട്രസ്റ്റ് ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നിനക്ക് സംശയരോഗമാണ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് തർക്കം ഉണ്ടായി കാണണം. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഇവരായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പുറകെ പോയിട്ടും ഉണ്ടായിരിക്കാം. ഇല്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അതായത് തിരിച്ച് ബ്ലെയിം ചെയ്യുക. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഒരു ടോക്സിക് പേഴ്സണാലിറ്റി തന്നെയാണ് ഈ ഒരു വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം തെറ്റ് ചെയ്തിട്ട് മറ്റൊരാളുടെ തലയിലേക്ക് കമഴ്ത്തുക. അങ്ങനെ വരുമ്പോൾ രണ്ട് പ്രാവശ്യം നീയാണ് ചെയ്തതെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മൂന്നാമതായിട്ട് ചിന്തിക്കുന്നത് ഇനി ഞാനാണോ ചെയ്തത്, അല്ലെങ്കിൽ എന്റെ സ്വയം തോന്നൽ മാത്രമായിരുന്നോ ഇത് എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു കൂടുതലായിട്ടുള്ള ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര തെളിവുകൾ ലഭിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു പേഴ്സൺ ആ ഒരു സത്യം അല്ലെങ്കിൽ ഇവരൊരു തെറ്റ് ചെയ്തു എന്നുള്ളതിൽ പൂർണ്ണമായിട്ടും സമ്മതിച്ചു തരുന്നവരല്ല. നിങ്ങൾ തെളിവോടുകൂടി മുന്നോട്ടേക്ക് കാണിക്കുമ്പോഴും ഇവർ അതിന് പകരം മറ്റുള്ള എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവർക്ക് അതിൽ ഒരു എന്താ പറയുക അറിയാതെ പെട്ട് പോയതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി. അതായത് ഒരു രണ്ട് മുഖം. നിങ്ങളുടെ അടുത്ത് ഒരു സമയത്ത് ചിരിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി സംസാരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ഇവരുടെ ക്യാരക്ടർ മാറിയിട്ട് ഇവർ മറ്റു രീതിയിൽ ദേഷ്യവും കാര്യങ്ങളോ ഒക്കെ കാണിക്കുന്നത്. അതായത് ഒരു രീതിയിലും ഉറച്ചു നിൽക്കാത്ത, ഒരു നിലപാടില്ലാത്ത രീതികൾ പലപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ രീതിക്കും നിങ്ങളെ ഒരു സ്ട്രെസ്ഫുൾ മൈൻഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം തന്നെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് പൂർണ്ണമായിട്ടും പോകാനായിട്ട് സാധിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ സാധിക്കുകയില്ലാത്ത ഒരു മൈൻഡിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സോൾ കണക്ഷൻ തന്നെയാണ് അതിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളും പോയിട്ടുണ്ടാകാം, ഈ ഒരു പേഴ്സണും പോയിട്ടുണ്ടായിരിക്കാം. ലെറ്റ് ഗോ ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിരിക്കുന്നത് ഈ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഈ ഒരു വഴക്ക് ഈ ഒരു പേഴ്സൺ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവര് പോയിരിക്കുന്നത് ഇവർക്കൊരു രക്ഷപ്പെടലാണ്. ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹമുണ്ട്, സ്നേഹമില്ല എന്നുള്ളത് കാണിക്കുന്നില്ല. ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. വളരെയധികം പ്രണയമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളിലേക്ക്. പക്ഷെ എത്രത്തോളം പ്രണയം ഉണ്ടെങ്കിലും സ്വന്തം നില വിട്ട് താഴത്തേക്ക് പോകില്ല. അതായത് അത്രത്തോളം ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ഒരു രീതിയിലും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല ഇവർ ആരുടെ മുന്നിലും. ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു അഹംഭാവം ഒക്കെയാണ് ഇവർക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ സൊസൈറ്റിയിൽ വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഫിനാൻഷ്യലി കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇവരുടെ കരിയർ വൈസോ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇവർ ചിലപ്പോൾ ഒരുപക്ഷേ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം. എല്ലാവർക്കും പെട്ടെന്ന് ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, എല്ലാവരും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം, അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഇമേജ് താഴേക്ക് ഇടിഞ്ഞു പോകാതിരിക്കാനായിട്ട് എപ്പോഴും അവരത് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് നിങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ പെട്ടുപോയാൽ ഇവരുടെ ഇമേജ് full ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പോവുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നവണ്ണം ഇത് മുഴുവനും അതിന് മറ്റൊരു കാരണം കണ്ടുപിടിച്ചിട്ട്, അതിന്റെ മറ്റൊരു സോഴ്സ് കണ്ടുപിടിച്ചിട്ട് അതെല്ലാം നിങ്ങളുടെ തലയിലേക്ക് തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് ക്ലാസ്സും എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തികളാണ് ഇവർ. okay. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എനർജി ലെവൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ബന്ധത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരുപാട് പ്രാർത്ഥനയിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വ്യക്തി ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വേദന എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഒരു മാനസികമായിട്ട് തകർന്നു പോയിട്ട്, കാരണം തെറ്റ് ചെയ്യാതെ കുറ്റം ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ തീർത്തും ദയാനകവുമാണ്, അതുപോലെ തന്നെ ഭയാനകവുമാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു പെയിൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഇതിനുള്ള ഒരു തിരിച്ചറിവ് ഇവർക്ക് വരാത്തത്. ഒരു പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ട് കുറച്ചധികം നാളുകൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്താണ് ഇവർ ഇങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ കണക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഫോട്ടോസും പോസ്റ്റും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ അത്രത്തോളം ഹാപ്പി ആണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ, അതായത് നിങ്ങൾ അറിയരുത് എന്ന് ഇവർ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ, ഇതാണ് നമ്മളിപ്പോ നോക്കുന്നത്. okay, നമുക്കിപ്പോ ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്. അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ രണ്ടുപേരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബന്ധം ഏറ്റവും മനോഹരമായിട്ട് തന്നെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
ആ ഒരു മൈൻഡ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത്. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ഒരു ഈഗോയിസ്റ്റ് പേഴ്സണാലിറ്റി കാരണം ഇവർ ഇവിടെ നിന്നിട്ട് ലെറ്റ് ഗോ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർക്കും പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത്. രണ്ടുപേരും ഒരേപോലെ നിന്നാൽ മാത്രമേ ഇതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കഴുകന്റെ കണ്ണുമായിട്ട് ഈ ഒരു പേഴ്സണും നിങ്ങളെന്ന് പറയുന്ന ഒരു അരയന്നം പോലെ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ശുദ്ധ മനസ്സായിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു രണ്ട് രീതിയിലും വരുമ്പോൾ ഇത് രണ്ടും കൂടെ ക്ലാഷ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് ബോധം ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് ഇവരെ താഴ്ത്തി കാണിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഇപ്പൊ ഇവരുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഇവരുടെ തലയിൽ മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെകുത്താന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് നിങ്ങൾ എന്ത് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണോ കടന്നു വന്നിരിക്കുന്നത്, ഈ ഒരു പേഴ്സൺ ഇപ്പൊ അതേ സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ നിന്നും ആവശ്യത്തിലധികം കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് കിട്ടേണ്ട തിരിച്ചടി നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ആ ഒരു കാര്യം എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർ നേരിട്ടിട്ടുണ്ടെന്നുള്ളത് തന്നെ കാണിക്കുന്നത്. ഇവർ മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആണ്. മൈൻഡ് ഒക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മാത്രം മൈൻഡിൽ നിറഞ്ഞിരിക്കുന്നു. ഏത് രീതിയിൽ എന്ത് കാര്യത്തിലാണോ അവർ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തന്നിരുന്നത് എന്നുള്ളെങ്കിൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത് ആ ഒരു ഗൈഡൻസിനെല്ലാം അർഹൻ താൻ തന്നെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ തന്റെ തെറ്റ് തന്നെയാണല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ തനിക്ക് നേരിടേണ്ടി വന്നതിന്റെ റീസൺ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന ആ ഒരു ഗൈഡൻസ് ആണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല, ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് നിനക്ക്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചിന്തിക്കരുത്, ഈ ഒരു ബന്ധത്തിനെ മോശമാക്കരുത് എന്നൊക്കെ ഇവര് തെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവര് ചിന്തിക്കുന്നത് ഇവർ എന്ത് വലിയ കാര്യങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവര് ചെയ്ത തെറ്റിന് ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് നിങ്ങളെ തന്നെ ഒരു ഇതിനകത്തൊരു victim ആക്കുകയായിരുന്നല്ലോ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. അതിന്റെ കൊണ്ട് തന്നെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത് രണ്ട് പേരുടെ ഒരു investment ഒരേപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സ്വന്തം കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന വീഴ്ച തന്നെയാണല്ലോ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളത്. രണ്ട് രീതിയിലും മുഖംമൂടി ഇട്ട് നിന്ന ഒരു person ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ മുഖംമൂടി എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളൊരു ആട്ടിൻകുട്ടിയുടെ തോലും അതുപോലെ ഉള്ളിൽ ചെന്നായയുടെ സ്വഭാവം, അല്ലെങ്കിൽ വിഷം ചീറ്റുന്ന ഒരു പാമ്പിന്റെ സ്വഭാവമാണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അത്രത്തോളം ട്രസ്റ്റ് ആയിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങളെ ചതിച്ച വ്യക്തികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു person. ഒരു കോമാളി ആക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ രീതിക്കും. കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് നിങ്ങൾ പോയിട്ടുണ്ട്. സത്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു സ്നേഹവും ആത്മാർത്ഥതയും നിങ്ങൾക്ക് കൂടിപ്പോയതിന്റെ ഭാഗമായിട്ട് ഇവര് നിങ്ങളെ നല്ലപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരു വ്യക്തികൾ തന്നെയാണ്. എങ്കിലും നിങ്ങൾ ആ ഒരു ലാസ്റ്റ് സമയം അല്ലാതെ പലപ്പോഴും ഇവർ പറയുന്നത് അനുസരിച്ച് മിണ്ടാതെ നിന്നിട്ടുണ്ടായിരിക്കാം. ലാസ്റ്റ് മാത്രമായിരിക്കാം നിങ്ങൾ ഇവരോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു പ്രതികരണം പോലും നിങ്ങൾക്ക് ഒരു ശേഷിയില്ലാത്ത രീതിയിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ അത് തിരിച്ചറിയുന്നുണ്ട്. ഇവരുടെ ആ ഒരു മുഖംമൂടി എന്ന് പറയുന്നത് ഇവരുടെ മുന്നിൽ തന്നെ അഴിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ത് സിറ്റുവേഷനിലേക്കാണ് അവർ മാറിപ്പോയിരിക്കുന്നത്, അവിടെ ഇവർ ഒന്നും അല്ലാതെയായി പോവാണ്. അപ്പൊ ഇവർക്ക് അവിടെയും ഫൈറ്റ് ചെയ്യണം എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇവരെക്കാളും വെട്ടിയ ആൾക്കാരാണ് അവരുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരെ എത്രത്തോളം റിബൽ ആയിട്ടുള്ള പേഴ്സൺ ആണോ, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ ആണോ അതിന്റെ ഡബിൾ ഇരട്ടിയാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, ഇവർക്ക് അവിടെ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല, ഇവരുടെ കഴിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് അവിടെ പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ. നേരത്തെ ഉണ്ടായിരുന്നത് ചിലപ്പോൾ വളരെ ഭംഗിയായിട്ടൊക്കെ ആയിരിക്കാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു സമയം വന്നപ്പോഴേക്കും ഇവർക്ക് ആ ഒരു കർമ്മ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പൊ. ഇപ്പൊ ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഒരു ഫ്രസ്ട്രേറ്റഡ് ആണ്, ഒരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് ഒരു ഫൈറ്റിംഗ് എനർജി, മൊത്തത്തിൽ ഒരു ലോൺലിനെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് എന്നുള്ള ഒരു സോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ. അതിന് വേണ്ടിയിട്ട് ഒരു പോസിബിലിറ്റീസ് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതിനുള്ളൊരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ ലഭിക്കും. ആ ഒരു പോസിബിലിറ്റി ലൈഫിൽ ഉണ്ടാവും എന്നുള്ള രീതിക്ക് ഇവരായിട്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നൊക്കെ ഇവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു ഈഗോയിസ്റ്റ് പേഴ്സണാലിറ്റി കൊണ്ട് തന്നെ ഇവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഇവർ നിങ്ങളിലേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ള ചിന്ത ഇവരുടെ മൈൻഡിൽ ഇല്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാം. കാരണം ഇവർക്ക് നിങ്ങളെ വേണം. നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടല്ല ഇവർ വരാത്തത്. ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ വേണം. നിങ്ങളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നൊരു ചിന്തയാണ്. അതിന് വേണ്ടിയിട്ട് കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുകയാണ് നിങ്ങളുടെ തലക്ക് മുകളിൽ മൊത്തം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ മൊത്തം. നിങ്ങൾ ഒരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ എല്ലാ രീതിക്കും ചേസ് ചെയ്യുന്നുണ്ട്. കഴുകന്റെ കണ്ണുകളുമായിട്ട് അത്രത്തോളം ദൂരെ നിന്നിട്ട് മറ്റു പല വ്യക്തികൾ വഴിയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തി അറിയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളതൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്.
ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും ഇവരുടെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ അറിയുന്നുണ്ടായിരിക്കാം. പക്ഷെ എത്ര അറിഞ്ഞു എന്ന് പറഞ്ഞാലും ഇവര് നേരിട്ട് നിങ്ങളിലേക്ക് വിളിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇവർ മാറി നിൽക്കുകയാണ്. ഇങ്ങനെ തന്നെ ഇത് പോകട്ടെ എന്നുള്ളത് ആഗ്രഹിച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഇവർ അതിന് വേണ്ടിയിട്ട് സ്വയം ആദ്യം ഹീൽ ആവുകയാണ്. ഇവർക്കൊരു ഹീലിംഗ് പർപ്പസിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമുക്കിവിടെ വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് പൂർണ്ണമായിട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഈഗോയിസം കളയാതെ നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ലാതെ ആയി പോവാതിരിക്കാൻ, അല്ലെങ്കിൽ അവർ ഒട്ടും വിട്ടുതരില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥന, മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. കാരണം ഇവരിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുക. അതായത് നിങ്ങളായിട്ട് തന്നെ ഇവരുടെ ലൈഫിലേക്ക് വീണ്ടും വന്നു, അങ്ങനെ നിങ്ങളായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും ഒരു പുതിയ തുടക്കം കുറിച്ചു എന്നുള്ള രീതിയിൽ ഇതിനെ എത്തിക്കണം. ബാക്കി ഇവർ ഇതിനകത്തേക്ക് പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളെ ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇവരുടെ രീതികളൊക്കെ മാറാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ ഇവരിലേക്ക് നിങ്ങളായിട്ട് തന്നെ വരണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. കാരണം സ്വാർത്ഥതാ മനോഭാവം കൊണ്ടിട്ട് ആ ഒരു ഈഗോ വിട്ട് കളിക്കാനായിട്ട് ഇപ്പോഴും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇവർക്ക് വന്നിട്ട് നിങ്ങൾ അനുഭവിച്ച മാനസിക വേദന വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്രത്തോളം ഒറ്റപ്പെടലിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇവരുടെ ഈഗോ വിട്ട് കളയാനായിട്ട് തയ്യാറല്ല എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സോഴ്സ് ഇവരായിട്ട് തന്നെ തിരഞ്ഞു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ വേണം നിങ്ങളിലേക്ക് വരാൻ എന്നുള്ളത്. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതമാണ് മുന്നിലുള്ളത്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആണ് മുന്നിലുള്ളത് എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് തന്നെ കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ആ ഒരു വെളിച്ചം തേടി ഇവർ മുന്നോട്ടേക്ക് അലയുകയാണ്. ഇപ്പോഴാണ് ഈ ഒരു ഒറ്റപ്പെട്ട സമയത്താണ് നിങ്ങളുടെ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നത് ഒറ്റപ്പെടലിന്റെ വേദന എന്താണ്, അല്ലെങ്കിൽ ചതിയുടെ വേദന എന്താണെന്നുള്ളത്. നിങ്ങൾ അനുഭവിച്ച അതേ ചതി ഈ ഒരു വ്യക്തിക്കും ഇവർ പോയി നിന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചടിയിലൂടെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അവിടെ നിന്ന് മാനസികപരമായിട്ട് എന്തോ വലിയ രീതിയിലൊരു വേദന അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേദന ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നത് കൊണ്ട് തന്നെയാണ് ഇവർ തീർത്തും ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഇവർക്ക് ഇവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ ആരോടും പറ്റുന്നില്ല. ഇവരുടെ കാര്യങ്ങളൊന്നും ഇവർക്ക് സംസാരിക്കാനോ ഒന്നിനും ഇവർക്ക് ആരുമില്ല. എല്ലാം ഒന്ന് മാറണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആരുടെ മുമ്പിലും ഇവരുടെ വിഷമങ്ങളൊന്നും ചിലപ്പോൾ ഒരുപാട് കാണിക്കാതെ എപ്പോഴും താൻ happy ആണ് എന്നൊരു ഇമേജ് ഇട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കാം പിന്നെ എന്തെങ്കിലും പറയുന്നത്. നിങ്ങളുടെ അടുത്ത് പോലും ഇവർ ഒരു ലിമിറ്റ് വിട്ടിട്ട് ഒരുപക്ഷേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഒന്ന് അവരുടെ ഈഗോയിസം, രണ്ട് എന്ന് പറയുന്നത് അവരൊന്നുമല്ലാതെ ആയി പോകുമോ നിങ്ങളുടെ മുന്നിൽ. അവരെ പച്ചയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു കഴിഞ്ഞു. ഒരുപക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിവിടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരെ തന്നെ നിങ്ങളെ കാണിക്കാത്തത്. നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ എല്ലാ രീതിക്കും ഇവർക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും എല്ലാ രീതിക്കും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും ഈ ഒരു ബന്ധത്തിൽ. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ മുന്നിൽ പച്ചയായി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഇമേജ് ഇടിഞ്ഞു പോകുമോ എന്നൊരു ചിന്ത, ഒരു ഓവർ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സ്വാർത്ഥത, അതിനേക്കാൾ ഉപരി ഇവരുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് കാട് കയറിയുള്ള ചിന്തകളാണ്. ഓക്കെ, കുറച്ച് പൊസസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടേത്. ഇവരിപ്പോ ഇവരുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇവർ ഇരിക്കുന്നത്. വളരെ ശാന്തമായിട്ടാണ് എല്ലാവർക്കും ഇപ്പൊ തോന്നുന്നത്. നിങ്ങളാണെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അറിയുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോഴും ഒക്കെ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതാണ് ഇവരുടെ പുറമേയുള്ള രൂപം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ചുറ്റും ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് കിടന്ന് കറങ്ങുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം ഒരു വേദനാജനകമായ ഒരു അവസ്ഥ, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ്, ഇതിലെല്ലാം മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റേത്. ഈ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ, അതായത് ഇവരുടെ ലൈഫിൽ അപ്പൊ നമ്മളിവിടെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറിയരുതെന്ന് നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് ഇവർ നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾ അറിയാനായിട്ട് പാടില്ല. നിങ്ങളെ വേദനിപ്പിച്ച് ചതിച്ചു പോയതിന്റെ കർമ്മ, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവർ നേരിട്ടിട്ട് എല്ലാ രീതിക്കും തകർന്നടിഞ്ഞാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒരു കാരണവശാലും നിങ്ങൾ അറിയരുത് എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ലാതെ ആയി പോകുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവർ ഈ ഒരു ബന്ധത്തിലേക്ക് എല്ലാ രീതിക്കും പാർട്ടിസിപ്പേഷൻ വേണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഭാഗത്ത് നിന്ന് ഇടാൻ പറ്റുന്ന എല്ലാ എഫേർട്ടും ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ആദ്യം ഇവർ മാറ്റേണ്ടത് ഇവരുടെ ഈഗോയിസം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇതുവരെ എന്തായാലും കാണിക്കുന്നില്ല. നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എനർജി ലെവലിൽ ഇവർ അതിന് എന്തായാലും തയ്യാറല്ല. നിങ്ങൾ അവരിലേക്ക് വരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിഷൻ ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്.
കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത വന്നിട്ടുണ്ട്. അപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു ബന്ധത്തിൽ വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തന്നുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അവരിപ്പോ ആ ഒരു ഗൈഡൻസ് ഒക്കെ ഓർക്കണം. അതൊക്കെ സത്യമായ ഗൈഡൻസ് തന്നെയാണല്ലോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണല്ലോ. ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ സാക്രിഫൈസ് ചെയ്യണം. നിലപാടുകൾ പറയേണ്ട കാര്യങ്ങളിൽ നിലപാടുകൾ പറയണം. സത്യസന്ധത നിലനിർത്തിയാൽ മാത്രമേ ഏതൊരു ബന്ധവും, അതിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ലവേഴ്സ് ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ വരുന്നതാണോ ആ ഒരു ബന്ധം അത് എന്ത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും അത് മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സത്യസന്ധത വേണം, ഒരു ധാർമ്മികത അവിടെ വേണ്ടതാണ്. അപ്പൊ ഈ ഒരു വ്യക്തി ആ ഒരു ധാർമ്മികത നിങ്ങളുടെ ബന്ധത്തിൽ കാണിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഒറ്റപ്പെടൽ, ഈ ഒരു ലോൺലിനെസ് ഇതെല്ലാം അവർ നേരിടേണ്ടി വന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. തികച്ചും ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഇരുട്ടിൽ നിന്നും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ, ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്ന് ഒരു വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് അവര്. സ്വന്തം തെറ്റുകളും സ്വയം ചെയ്ത കാര്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിട്ട് ഒരു മാനസാന്തരത്തിന്റെ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിന്റെ യാത്ര, ഒരു മടക്കയാത്ര, നിങ്ങളിലേക്കുള്ള മടക്കയാത്ര എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ അത് അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഗിൽറ്റ് ഫീൽ ആണ് അവർക്ക് വരുന്നത്. ഇവരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇവർക്ക് ഒരു ഗിൽറ്റ് ഫീൽ ആണ്. താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് എന്ന് ഇവര് തന്നെ പലപ്പോഴും ഇവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ചിന്തിച്ചാലും ഇവർക്ക് ആ ഒരു ഈഗോ വിട്ട് കളിക്കാനായിട്ട് ഇപ്പോഴും ഇവർക്ക് പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. എഗെയിൻ നമുക്ക് ആ ഒരു റിപ്പീറ്റേഷൻ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗിൽറ്റ് ഫീൽ വരുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും നിങ്ങളുടെ മുന്നിൽ അത് കാണിക്കാൻ പാടില്ല. നിങ്ങൾ അത് അറിയരുത്. അത് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണെന്നാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഇവർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വില പോകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇവർ പൊട്ടിക്കരഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ഒന്നും അല്ലാതെ ചെറുതായി പോകുമോ, അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇവർക്കുള്ള വില നഷ്ടപ്പെട്ടു പോകുമോ, ഇങ്ങനത്തെ ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഒരുപാട് സ്ട്രെസ്, നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെസ് ആണോ ഈ ഒരു പേഴ്സൺ തന്നത് അതിന്റെ 4 ഇരട്ടി സ്ട്രെസ് ഇപ്പൊ തിരിച്ച് ഇവർക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവർക്ക് ഒന്നിലും പൂർണ്ണമായിട്ട് ഒരു ഫോക്കസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ ഒരു വർക്ക് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബിസിനസ്സോ അല്ലെങ്കിൽ ഇവരുടെ ജോലി എന്ത് രീതിയിലുള്ള ജോലിയാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവർക്ക് ഇതിലേക്കൊന്നും പൂർണ്ണമായിട്ട് ഫോക്കസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അത്രത്തോളം മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യസ്തത കൈവന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ഇവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു പുതിയ രീതിയിൽ ജീവിതത്തിനെ കാണാനും അതുപോലെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും ഒക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ അറിയണം. അല്ലാതെ ഇവർ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ നിങ്ങളെ ഇവരിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഇവർ നിങ്ങളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു വ്യക്തിയെ എത്രത്തോളം സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്, എത്രമാത്രം സത്യസന്ധതയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പുലർത്തിയിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ സമയത്ത് നിങ്ങൾ എന്തോരം വേദനകളിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളതെല്ലാം തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അത് അവരെ കൂടുതൽ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. ആ ഒരു ചിന്തകളും കൂടി ഓൾറെഡി ഗിൽറ്റ് ഫീലിൽ നിൽക്കുന്ന വ്യക്തികൾ ഇപ്പൊ ഈ ഒരു ചിന്തയും കൂടി വരുമ്പോൾ ഇവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്തയും കൂടെ ഇവരുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ, ഇവരുടെ നിൽക്കുന്ന സിറ്റുവേഷൻ, നെഗറ്റീവ് സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം തന്നെ ഒരു കാരണവശാലും ഇനി അവിടെ stuck ആയി നിൽക്കാതെ പൂർണ്ണമായിട്ടും അവിടെ നിന്നെല്ലാം ലെറ്റ് ഗോ ചെയ്ത് പോരണം. ഒരു തിരിച്ചുപോക്ക് ഇവർക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു മൈൻഡിനെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പുറത്തെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പുറത്തേക്ക് വരുന്ന ഈ ഒരു പേഴ്സന്റെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാ രീതിക്കും നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം. അത് അത്രത്തോളം ഒരു നിഷ്കളങ്കമായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രണയം, ആ ഒരു സ്നേഹം എല്ലാ രീതിയിലും നിങ്ങൾക്ക് തരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവരിപ്പോ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് ആയിട്ട് ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അഫർമേഷൻസ് ആണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എന്ത് ദൈവിക ശക്തിയിലാണോ ഈ ഒരു പേഴ്സൺ മുന്നോട്ടേക്ക് പോകുന്നത് അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. മനസ്സുരുകി ഇപ്പൊ ഇവർ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഒരു സമയത്ത് മനസ്സുരുകി എത്രത്തോളമാണോ പ്രാർത്ഥിച്ചത് ഇതേ പ്രാർത്ഥന ഈ ഒരു പേഴ്സൺ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുത്. നിങ്ങൾ ഇവരിലേക്ക് അട്രാക്ട് ആയിട്ട് വീണ്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിക്കും വെറുതെ ഒരു മെസ്സേജ് ആ ഒരു രീതിയിലല്ല, ഇവർ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങളൊന്ന് കണക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്.
ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് വേണം, ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണമെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. എല്ലാ രീതിയിലും ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് സത്യസന്ധമായ ഒരു സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരണം. ഇനി ഒരു മുഖംമൂടി അണിയാതെ നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഇട്ട മുഖംമൂടികൾക്കെല്ലാം ഉള്ള ഒരു തിരിച്ചടി ജീവിതത്തിൽ നേരിട്ടത് കൊണ്ട് തന്നെ ഇനി ഒരു മുഖംമൂടിയും ഇല്ലാതെ പച്ചയായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകണം. അതിനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്ന ഇതേ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു കാത്തിരിപ്പിലാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണോ? നമ്മളിപ്പോൾ ജനറൽ റീഡിംഗ് എടുക്കുന്നത്. എല്ലാവർക്കും ഇത് ഒരുപോലെ റെസനേറ്റ് ചെയ്യണം എന്നില്ല. നിങ്ങൾ ഓടിപ്പോയി നിങ്ങളുടെ പേഴ്സണിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് നേരെ വന്നിട്ട് അയ്യോ അവര് ഞാൻ അങ്ങോട്ട് വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇപ്പോഴും പുറകെ നടക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണ് എന്റെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ്, പക്ഷെ ഞാൻ ഇപ്പോഴും മെസ്സേജ് അയച്ചിട്ട് അവർ എനിക്ക് അയക്കുന്നില്ലല്ലോ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അറിയണം, കൂടുതലായിട്ട് ആഴത്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് നോക്കിയാൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എല്ലാവർക്കും ഇതുപോലെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഇത് ഒരുപോലെ റെസനേറ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണോ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കിയാലേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ചാടി കയറി പോയിട്ട് അവർക്ക് ഒരു മെസ്സേജ് അയക്കണമെന്നോ കോൾ ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളുമായിട്ട് കണക്ട് ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുകയാണെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും ചില വ്യക്തികൾ കമന്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇനിയിപ്പോൾ ലൈഫിലേക്ക് വരണ്ട, അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത്, കമന്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുകയാണ്. നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം, പക്ഷെ എങ്കിലും ഒരു രസത്തിന് വന്നിട്ട് കമന്റ് ചെയ്യുന്നതായിരിക്കും അവരെ വേണ്ടാന്ന്. നിങ്ങൾ എന്താണോ കമന്റ് ചെയ്ത് അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കുകയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് പിന്നീട് കണക്ട് ആവില്ല. പിന്നീട് വന്നിട്ട് അത് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്നുള്ള ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു രീതിക്ക് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമില്ല ഈ ഒരു പേഴ്സണെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വേണ്ട, ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു വ്യക്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും ഒരു തുടക്കം, ഒരു പുതിയ തുടക്കം കുറിച്ചിട്ട് വരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് ഒരുപാട് മെച്യൂരിറ്റി ഒക്കെ ഇപ്പൊ കൈവന്നിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പുതിയ വിഷൻ, ഒരു ന്യൂ വിഷൻ ഇവർക്ക് വന്നതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ രീതിക്കും ഇവർക്കൊരു മെച്യൂരിറ്റി കൈവന്നിട്ടുണ്ട്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഏത് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഡിവൈനുമായിട്ട് കണക്ട് ആയിട്ട് ഇവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. കംപ്ലീഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് എടുത്ത ഈ ഒരു പോർഷൻ, ആ ഒരു കാര്യം കൊണ്ടാണ് ഇത് മൊത്തം തകർന്നു വീണത്, ഈ ഒരു ബന്ധത്തിന്റെ തകർച്ച. അപ്പൊ ഇനി ആ ഒരു കാര്യം അവരായിട്ട് തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ശ്രദ്ധിച്ചു നിൽക്കുന്നത്. കാരണം ഇവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു ഫ്ലവറിംഗ് ആണ്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബന്ധം എത്തിക്കണമെന്ന് ഇവർ മാനസികമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും മനോഹാരിതയിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓരോ നിമിഷവും മൊമെന്റ് ടു മൊമെന്റ് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എത്രത്തോളം ചിന്തയുണ്ടെങ്കിലും ഇതൊന്നും തന്നെ നിങ്ങൾ അറിയരുത് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു കൂടുതൽ കൊണ്ട് തന്നെയാണ് ഇവരത് ആഗ്രഹിക്കുന്നത്. സ്നേഹക്കൂടുതലും ഇവരുടെ ഇമേജ് നഷ്ടപ്പെടുമോ എന്നുള്ളത് ഒരു ഈഗോയിസം, അത് വേണമെങ്കിൽ പറയാം നമുക്കിവിടെ. ഓക്കെ. അത് ഇവരുടെ ഉള്ളിലുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ഈഗോയിസം ഇവരിൽ ഈ ഒരു സമയത്ത് കൂടി നിൽക്കാനുള്ള ഒരു കാരണം, ഇപ്പൊ ഇവര് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയാണ്. തെറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ അത് ഏത് രീതിയിലായിരിക്കാം എടുക്കുന്നത്? നിങ്ങളെ കബളിപ്പിച്ചിട്ടാണല്ലോ, അല്ലെങ്കിൽ കബളിപ്പിക്കുകയും ചീറ്റ് ചെയ്യുകയും ചതിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോയ ഒരു വ്യക്തികൾ ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഉള്ളിൽ ഈ ഒരു ഭയം നിൽക്കുന്നതും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളായിട്ട് തന്നെ ഇവരുടെ ലൈഫിലേക്ക് വരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ ഇവർ ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്.
കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. കാലിക്കറ്റ് വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഡിസംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. എച്ച് അഗൈൻ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 44 നിങ്ങൾക്ക് ഇത് ഏജ് ആയിട്ടും ഡേയ്സ് ആയിട്ടും എടുക്കാം. ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ്. ബാംഗ്ലൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം എന്നൊരു പ്ലേസ് വന്നിട്ടുണ്ട്. എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എസ് അഗൈൻ വന്നിട്ടുണ്ട്. തൃശ്ശൂർ വന്നിട്ടുണ്ട്. ഡിസംബർ അഗൈൻ വന്നിട്ടുണ്ട്. എറണാകുളം. ടി എന്നൊരു ലെറ്റർ. പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ലിയോ എന്നൊരു സോഡിയാക് സൈൻ ആണ്. ഇത് കൂടാതെ നമുക്കിവിടെ കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് എന്ന് പറയുന്നത് 8, 3, 7, 4 വന്നിട്ടുണ്ട്. 2 വന്നിട്ടുണ്ട്. 4 അഗൈൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 9, 8 റിപ്പീറ്റ് ചെയ്ത് 7, 4 ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ 6 ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് കുറെ നമ്പേഴ്സ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഈ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.